1971 പുറത്തിറങ്ങിയ വിമോചന സമരമാണ് മങ്കൊമ്പിന്റെ ആദ്യ ചിത്രം. മലയാളികൾ ഏറ്റുപാടിയ നിരവധി അനശ്വര ഗാനങ്ങൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ തൂലികയിൽ പിറന്നു. MS വിശ്വനാഥൻ, G ദേവരാജൻ, MS ബാബുരാജ്, രവീന്ദ്ര ജെയിൻ, ദക്ഷിണാമൂർത്തി, MB ശ്രീനിവാസൻ, RK ശേഖർ, പുകഴേന്തി, MK അർജുനൻ, ഇളയരാജ, KV മഹാദേവൻ, കണ്ണൂർ രാജൻ, ശ്യാം, AT ഉമർ തുടങ്ങി പ്രതിഭകളായ സംഗീത സംവിധായകർ മങ്കൊമ്പിന്റെ വരികൾക്ക് ഈണമിട്ടു. യേശുദാസ് മങ്കൊമ്പിന്റെ 100-ലേറെ ഗാനങ്ങൾ ആലപിച്ചു. P. സുശീല, വാണി ജയറാം എന്നിവർ അദ്ദേഹത്തിന്റെ 30-ലേറെ ഗാനങ്ങൾ പാടി. അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ ശങ്കർ ഗണേഷ് ഈണമിട്ട ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ എന്ന ഗാനം മങ്കൊമ്പിന്റെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നാണ്. ബാബുമോൻ എന്ന ചിത്രത്തിലെ MS വിശ്വനാഥൻ ഈണമിട്ട നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങും, സുജാത എന്ന ചിത്രത്തിൽ രവീന്ദ്ര ജെയിൻ ഈണമിട്ട കാളിദാസന്റെ കാവ്യഭാവന താലിപ്പൂ പീലിപ്പൂ, അവൾക്ക് മരണമില്ല എന്ന ചിത്രത്തിൽ G ദേവരാജൻ ഈണമിട്ട ആലിലത്താലിയിൽ മുത്തിന് പോയി വരും, 80കൾ ഹൃദയത്തിലേറ്റിയ നിന്നിഷ്ടം എന്നിഷ്ടത്തിലെ ഇളം മഞ്ഞിൻ, നാദങ്ങളായി നീ വരൂ തുടങ്ങി എത്രയോ ഹിറ്റ് ഗാനങ്ങൾ. അവസാന കാലം വരെ സിനിമയുടെ വിവിധ മേഖലകളിൽ സജീവമായിരുന്നു മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചില ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി. ബാഹുബലി അടക്കം മിക്ക ഹിറ്റ് ഇതര ഭാഷാ ചിത്രങ്ങളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. അരനൂറ്റാണ്ടിലേറെ മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ സജീവമാവുകയും മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വിയോഗം മലയാളത്തിനുണ്ടാക്കുന്നത് കനത്ത നഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.